നിങ്ങൾ പുതിയൊരു ഫോൺ എടുക്കാനുള്ള പ്ലാനിലാണോ? പക്ഷേ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഒരു ഫോൺ ഉണ്ടാവും. ആ ഫോൺ തന്നെയാണോ നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ലൈഫ് സ്റ്റൈലിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഈ വീഡിയോൻ്റെ അകത്ത് ഒരു ഫോൺ എടുക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റ് 10,000 ആണെങ്കിലും 1,00,000 ആണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ചൂസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയാണ്. ഒരു നല്ല സ്റ്റാൻഡേർഡ് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മിനിമം ആയിട്ട് ഒരു 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, ഒരു അൾട്രാവൈഡ് ക്യാമറ, ഒരു ടെലിഫോട്ടോ ക്യാമറ. ഈ ടെലിഫോട്ടോ ക്യാമറ ഇല്ലയെന്നുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള ഒരു ഡിജിറ്റൽ സൂം വേണം. കാരണം ഈ ടെലിഫോട്ടോ ക്യാമറ ഉള്ള ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് നല്ല രീതിയിൽ പോർട്രേറ്റ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങളിപ്പോൾ ഒരു ക്യാമറ ഓറിയൻറ്റഡ് ഫോൺ തന്നെയാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഫോണാണ് എടുക്കുന്നത് അതിൻ്റെ ഫോട്ടോ ടെസ്റ്റ്, അതുപോലെ വീഡിയോ ടെസ്റ്റ്, യൂട്യൂബിൻ്റെ അകത്ത് കയറി എല്ലാ രീതിയിലും നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് മാത്രം എടുക്കുക. നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ആണ്. നമുക്ക് നല്ലൊരു ഫോട്ടോ എടുത്താൽ മാത്രം പോരല്ലോ, അത് നന്നായിട്ട് പ്രോസസ്സ് ചെയ്യണം, അതുപോലെ തന്നെ ആപ്സ് സ്മൂത്തായിട്ട് റൺ ചെയ്യണം, മൾട്ടി ടാസ്കിങ് ചെയ്യണം. ഇതിനെല്ലാത്തിനുമായിട്ട് നല്ല ഒരു റാമും പ്രോസസ്സറിൻ്റെയും ആവശ്യമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലം നോക്കുകയാണെങ്കിൽ ഒരുപാട് AI പ്രോസസ്സിങ് വന്നിട്ടുണ്ട്, HDR ഉണ്ട്, അതുപോലെ നൈറ്റ് മോഡ് ഉണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലൊരു റാമും പ്രോസസ്സറും ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു ലാഗായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എല്ലാ ബഡ്ജറ്റ് റേഞ്ചിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോസസ്സർ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റ് റേഞ്ച് ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടി മറക്കല്ല കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ കാര്യം വരുന്നത് സ്റ്റോറേജ് ആണ്. ഫോട്ടോസും വീഡിയോസും പ്രോസസ്സ് ചെയ്താൽ മാത്രം പോരല്ലോ, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്ഥലം വേണ്ടേ. മിനിമം ഒരു 256 GB ഉള്ള ഒരു സ്റ്റോറേജ് ഉള്ളൊരു ഫോൺ എടുക്കാൻ നിൽക്കുക. ഒരു 128 GB ഉള്ളൊരു ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷത്തിനുള്ളിൽ ഇത് ഫുള്ളാവും. പിന്നെ അത് പിടിക്കുക എന്നുള്ളതെന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായി മാറും. നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിൻ്റെ വലിപ്പം മാത്രം നോക്കിയാൽ പോരല്ലോ, അതിൻ്റെ ക്വാളിറ്റിയും കൂടെ നോക്കണ്ടേ. അവിടെയാണ് UFS വരുന്നത്, അതായത് യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ്. ഇതിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വലിയൊരു ഗെയിം ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയൊരു ഫയൽ ഓപ്പൺ ചെയ്യുക. ഈ സമയത്ത് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽസ് എല്ലാം കൂടെ ട്രാൻസ്ഫർ ആവണം, ആ ഒരു ഒപ്റ്റിമൈസേഷൻ വരണം. അപ്പോൾ നല്ലൊരു UFSൻ്റെ സ്റ്റോറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നല്ലൊരു വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിരിക്കും. അപ്പോൾ മിനിമം UFSൻ്റെ 3.1 വേർഷനെങ്കിലും എടുക്കാൻ നോക്കാം. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു കോമ്പാക്ട് ഫോണായിരിക്കും, ഒരു മീഡിയം ഫോണായിരിക്കും, അല്ലെങ്കിൽ ഒരു ലാർജ് ഫോണായിരിക്കും. നിങ്ങളിപ്പോൾ പെട്ടെന്ന് ഒരു ലാർജ് ഫോണിൽ നിന്ന് ഒരു കോമ്പാക്ട് ഫോണിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ സൈസിൽ നല്ല ഡിഫറൻസ് വരും. അതുപോലെ തന്നെ തിരിച്ചുണ്ടാകും, നമ്മളിപ്പോൾ ഒരു കോമ്പാക്ട് ഫോണിൽ നിന്ന് ലാർജിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിഫറൻസ് തോന്നിക്കും. നിങ്ങൾക്കപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും എടുത്തുള്ളൊരു ഷോപ്പിലോട്ട് പോവുക, എന്നിട്ട് നിങ്ങൾ മേടിക്കാൻ പോകുന്ന ആ ഒരു വലിയ ഫോൺ അല്ലെങ്കിൽ ചെറിയ ഫോൺ ഏതാണെങ്കിലും അതൊന്ന് കയ്യിൽ പിടിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെയാണ്, സ്ക്രീൻ സൈസ് സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മേടിക്കാവുന്നതാണ്. നിങ്ങൾ അതുപോലൊരു ഫോൺ എടുക്കുമ്പോൾ പരമാവധി AMOLED അതുപോലെ HDR സപ്പോർട്ടുള്ളൊരു ഫോൺ എടുക്കാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ കളേഴ്സൊക്കെ ആക്യുറേറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ റീൽസ് കാണുകയാണെങ്കിലും യൂട്യൂബ് കാണുകയാണെങ്കിലൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഫോണിൽ ബ്രൈറ്റ്നെസ് ഒരു 800 മുതൽ 1000 നിറ്റ്സ് വരെ ഉണ്ടോയെന്ന് നോക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെളിയിൽ എവിടെയെങ്കിലും പോയിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയാണ്. നിങ്ങളിപ്പോൾ ഏത് ഫോണാണോ മേടിക്കാൻ പോകുന്നത് അതിൻ്റെ ബാറ്ററി MAH നേരെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാൻ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിൻ്റെ അകത്ത് ഇത്ര MAH ഉണ്ടെങ്കിൽ ഇത്ര ബാറ്ററി ലൈഫ് കിട്ടുന്നു. ഇതൊരു നോർമൽ യൂസിനാണ് പറയുന്നത് കേട്ടോ. അത് വലിയ ഹെവി യൂസ് ആണെങ്കിൽ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും, എന്നാലും ഏകദേശം ഇത്രയാണ് പ്രതീക്ഷിക്കാൻ പറ്റുക. നമ്മുടെ ആറാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിലിറ്റി ആണ്. ഒരു ഫോണിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും 4 മെറ്റീരിയൽ വെച്ചിട്ടാണ്: ടൈറ്റാനിയം, അലുമിനിയം, ഗ്ലാസ്, പ്ലാസ്റ്റിക്.
ഈ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡ്യൂറബിലിറ്റിയും വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫോണിൻ്റെ ബാക്ക് സൈഡാണ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഗ്ലാസും പ്ലാസ്റ്റിക്കും ആണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് ഗ്ലാസ്സാണ് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീല് തോന്നിക്കുന്നത്. ഇനിയിപ്പോൾ ചില ഫോണുകളുണ്ട്, ഈ മോട്ടറോളൊക്കെ പോലത്തെ ഫോൺസ്, അവർ വീഗൻ ലെതർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഈ പറഞ്ഞ ഫോണിൻ്റെ ബാക്കിലൊക്കെ കൊടുക്കാറുണ്ട്. അതും ഒരു നല്ല ഓപ്ഷനാണ്. അതുപോലെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഒരു ഫോണിൻ്റെ IP റേറ്റിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു IP68, IP69 എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഇത് ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വാട്ടർ അതുപോലെ ഡസ്റ്റ് ഈ രണ്ടിൻ്റെയും റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. എത്രത്തോളം IP റേറ്റിംഗ് കൂടുന്നോ അത്രത്തോളം നല്ലതായിരിക്കും. അപ്പോൾ ഒരു മിനിമം ഒരു IP54 എങ്കിലും മേടിക്കാൻ നോക്കുക. ഏഴാമത്തെയും അതുപോലെ ഏറ്റവും അവസാനത്തെയുമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആണ്. ഒരു നല്ല സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി സ്ഥിരമായിട്ട് അപ്ഡേറ്റ് കൊടുക്കണം. മിനിമം ഒരു 3 വർഷമെങ്കിലും സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഫോൺ എടുക്കാൻ നിൽക്കരുത്. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 വർഷമാണ്. 5 വർഷം ഒരു കമ്പനി കൊടുക്കണം. 3 വർഷം കൂടെ തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഫോൺ എടുക്കാൻ നിൽക്കണ്ട. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്ലോട്ട്വെയർസും അഡ്വർടൈസ്മെൻറ്റ്സും. ചില കമ്പനീസ് നല്ലോണം ഈ പറഞ്ഞ ബ്ലോട്ട്വെയർസും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും, ചിലത് കുറവായിരിക്കും. ഞാൻ ദേ ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിൻ്റെ അകത്ത് ഏകദേശം ഒരു ഡീറ്റെയിൽസ് കിട്ടും. അതായത് ഏത് കമ്പനിയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്, ഏതാണ് കുറച്ച് കൊടുക്കുന്നത്, ഏതാണ് വളരെ കുറവുള്ളത്. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോൺ എടുക്കുക, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ ഓരോ ചെക്ക് പോയിൻ്റ് ആയിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഈ സെലക്ട് ചെയ്ത ഫോണിന് ഈ പറഞ്ഞ 7 കാര്യങ്ങളും കറക്റ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോൺ നിങ്ങളങ്ങ് എടുത്തോ. അപ്പോൾ ശരി.